Spiritual Aways 2. ആളുകളിലേക്ക് ശരിയായിട്ടുള്ള അറിവ് എത്തണ്ടോ എന്നുള്ള സംശയമാണെങ്കിലും കൺഫ്യൂഷൻ ആണെങ്കിലും ആളിലേക്ക് എത്തണം. അത് ഒരു തരത്തിൽ ജനങ്ങളിലേക്ക് തെളിഞ്ഞു വരാൻ, ഭാവിയിൽ ഈ പറയുന്ന അറിവിനെ കുറച്ചുകൂടി തെളിച്ചുകൊണ്ടുവരാൻ വളരെയധികം ഗുണപ്പെടും. എപ്പോഴും ഇത്തരം വേദികളൊക്കെ ഗുരുദേവൻ പറഞ്ഞ പോലെയാണ്, നമുക്ക് തർക്കിക്കാനല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയായിരിക്കണം. ദൈവങ്ങളാൽ നീ പൂജിക്കപ്പെടണമെങ്കിൽ നിന്റെ കർമ്മങ്ങൾ പൂജനീയമായിരിക്കണം. എന്താണ് നടക്കാൻ പോണേ ഇതൊന്നുമില്ല, ഞാൻ ശരിക്കും കൂടെ ആസ്വദിക്കാൻ പോവുകയാണ്. സസ്യാഹാരികളാകേണ്ടതുണ്ടോ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ? അങ്ങനെ സഞ്ചരിക്കുന്നവരെ ഒരു കൂട്ടം ആത്മീയമായി സംസാരിക്കുന്നവർ തന്നെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇനി ജന്മത്തിൽ പടിയാൻ ചവിട്ടില്ല അയ്യപ്പ, നിന്റെ പണി തീർന്നു എന്നും പറയും. ഈ കെട്ടിക്കൊണ്ടുവന്നതില്ലേ, പോന വഴിക്കാൻ എനിക്ക് ഫോൺ കോൾ വന്നത്. പിന്നെ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അയ്യപ്പൻ തന്നത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ പറ. സ്പിരിച്വൽ അവേഴ്സ് 2-ന്റെ വേദിയിൽ ഗുരുക്കന്മാരെ സദസ്സിലിരുത്തിയിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗുരുക്കന്മാരെ സ്വീകരിക്കുന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. ആദ്യമായി ഏറ്റവും ആദരണീയനും ബഹുമാനവുമായ തസ്മൈ ഗുരുജിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പ്രദീപേട്ടൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നു. സംരക്ഷണം സ്വീകരിച്ചെത്തിയ ആദ്യമാർഗി ചണ്ടാള ബാബാജിയെ ഏറ്റവും ബഹുമാനത്തോടെ ആദരവുകളോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബാബാജിയെ റോജൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നു. അടുത്തത് PMC മെഡിറ്റേഷൻ ആചാര്യ സീമ സുഭാഷാണ്. അമ്മയെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അമ്മയ്ക്ക് ഈ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുത്താലോ? അടുത്തത് ഏറ്റവും പ്രിയങ്കരനും ആദരണീയനും ബഹുമാനുമായ നിഷാന്ത് തോപ്പിൽ സാറാണ്. വാസ്തുഭാരതി വാസ്തു ശാസ്ത്ര വിദഗ്ധൻ നിഷാന്ത് തോപ്പിൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കാൻ അബാക് മീഡിയയുടെ ഭാഗമായ രാഹുൽ രവീന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാഹുലിനും കൊടുത്തു, സാറിനും കൊടുത്തു എന്നുള്ളതാണ്. ഏറ്റവും അനുഗ്രഹീതമായ ഒരു വേദി, ഒരു സദസ്സ്. അബാക് മീഡിയയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങളെ ഓരോരുത്തരെയും മനസ്സുകൊണ്ട് പൂർണ്ണകുംഭം നൽകി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഭദ്രദീപ പ്രകാശനത്തിലേക്ക് പോകാം. ഗുരുക്കന്മാരെ ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഭദ്രദീപം തെളിക്കാം. പ്രാർത്ഥനകൾ എല്ലാവരും ചേർന്ന് ഉറക്കെ പാടിയാൽ നന്നായിരിക്കും. ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ
എല്ലാവർക്കും വേണ്ടിയിട്ട്, ബാക്കിനും ബാക്ക് മീഡിയയുടെ പ്രേക്ഷകർക്കും മറ്റുള്ള ഗുരുക്കന്മാർക്കും വേണ്ടി. അപ്പോൾ നമുക്ക് സംവാദ പരിപാടികളിലേക്ക് കടക്കാം. നിങ്ങൾക്കൊപ്പം അവിടെ നിന്ന് പ്രദീപേട്ടനും റോജിനും ഉണ്ടാവും. കഴിഞ്ഞ തവണ സ്പിരിച്വൽ അവേഴ്സ് ആദ്യം കൊച്ചിയിൽ സംഘടിപ്പിച്ചപ്പോൾ സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിലേക്ക് കടന്നു വന്ന ഒട്ടനവധി പേര് ഇത്തവണയും എത്തിയിട്ടുണ്ട് എന്നറിയാം. കഴിഞ്ഞ തവണ ഓരോ ആചാര്യന്മാരായി വന്ന് സംസാരിച്ചു, അവരോട് സംശയങ്ങൾ ചോദിച്ചു പോയതാണെങ്കിൽ ഇത്തവണ ഗുരുക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ട് നമ്മളുടെ സംശയങ്ങൾ ചോദിക്കാനും അവരുമായി സംവദിക്കാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ 4 പേരും ആദ്യം നമ്മൾ കാത്തിരിക്കുന്ന അവരുടെ വാക്കുകൾ കേട്ടതിനു ശേഷം നേരെ സംവാദ പരിപാടിയിലേക്ക് പോകാം. അത്തരത്തിലാണ് ഇത്തവണ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഇരിക്കുന്നവരെല്ലാവരും, അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ കാത്തിരിക്കുന്നവരെല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഒരു പരിചയപ്പെടുത്തലുകളുടെയോ അല്ലെങ്കിൽ വീണ്ടും ഒരു അനാവശ്യ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. ഗുരുക്കന്മാരെ കേൾക്കാൻ കാത്തിരിക്കുന്നവരെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. തസ്മൈ ഗുരുജിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇങ്ങനെയൊരു വേദി സൃഷ്ടിക്കുന്ന അബാക് മീഡിയയ്ക്ക് എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആളുകളിലേക്ക് ശരിയായിട്ടുള്ള അറിവ് എത്തണ്ടോ എന്നുള്ള സംശയമാണെങ്കിലും കൺഫ്യൂഷൻ ആണെങ്കിലും ആളിലേക്ക് എത്തണ്ട്. അത് ഒരു തരത്തിൽ ജനങ്ങളിലേക്ക് തെളിഞ്ഞു വരാൻ, ഭാവിയിൽ ഈ പറയുന്ന അറിവിനെ കുറച്ചുകൂടി തെളിച്ചുകൊണ്ട് വരാൻ വളരെയധികം ഗുണപ്പെടും. ഇക്കാലത്ത് സ്പിരിച്വാലിറ്റിക്ക് ഒരു വിലയില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പേരെ ഇവിടെ സംഘടിപ്പിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്ന അബാക് മീഡിയയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അതിനോടൊപ്പം ഇങ്ങനെയൊരു കാലാവസ്ഥയിൽ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ആ മനസ്സുകൾക്കൊക്കെ എൻ്റെ വീണ്ടും ഒരു പ്രണാമം. പിന്നെ ഈ ഈ വേദി പങ്കിടുന്ന ഓരോ വ്യക്തികളുടെയും മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെയും എൻ്റെ പ്രണാമം. ഹരിയോ നമസ്തേ. ഗുരുജി പറഞ്ഞ പോലെ തന്നെയാണ് ഇതുപോലൊരു പ്രോഗ്രാം ഈ ഒരു കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുക എന്നതും അതിൽ ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാനൊക്കെ പറഞ്ഞ വലിയൊരു പ്രയത്നം ആവശ്യമുണ്ട്. അതിൽ അബാക് മീഡിയയ്ക്കും സർവോപരി രോഹിത്ജിക്കും അദ്ദേഹത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമുക്കൊക്കെ അറിയാം ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. സനാതനമായിരിക്കുന്ന ഈ ധർമ്മവ്യവസ്ഥ വലിയൊരു വനമാണ്. പൂന്തോട്ടമൊന്നുമല്ല, അല്ലെ ചെറിയ കുറ്റിക്കാടല്ല, വലിയ വനമാണ്. അവിടെ നമുക്ക് ഓരോരുത്തർക്കും സ്വീകാര്യമായ മാർഗങ്ങളിലൂടെ പരമമായ സാക്ഷാത്കാരം നേടാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും കുറേ മൂടി വെച്ചതുകൊണ്ടും കുറേ പറഞ്ഞു കൊടുത്താൽ തന്നെ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടും ഇന്നും സനാതനികൾ അല്ലെങ്കിൽ മനുഷ്യർ എവിടേക്കാണ് പോകേണ്ടത്, എന്താണെന്ന് അറിയേണ്ടത് എന്ന് ചിന്തിച്ചുഴലുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം അറിവുകളെയെല്ലാം അബാക് മീഡിയ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ 4 പേരിയ്ക്കുന്നുണ്ട്. 4 പേരുടെയും വീക്ഷണം വേറെയാണ്. തുടർന്ന് ഇതുപോലെ ഗുരുക്കന്മാർ വരും. അപ്പം അത്തരം ഗുരുക്കന്മാരെ ഒരുമിച്ച് ഇരുത്തുക എന്ന് പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റു മതസ്ഥരെ പോലെയല്ല, നമുക്ക് ഒരു ഗ്രന്ഥവും ഒരു ഗുരു ഒരു സമ്പ്രദായമൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരുമിച്ച് ഇരുത്തി അവരുമായി നമുക്ക് സംവദിക്കാനുള്ള ഈ അവസരം അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റിദ്ധാരണകളൊക്കെ നീക്കി, എപ്പോഴും ഇത്തരം വേദികളൊക്കെ ഗുരുദേവൻ പറഞ്ഞ പോലെയാണ്, നമുക്ക് തർക്കിക്കാനല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു അവസരത്തെ വിനിയോഗിക്കാൻ എല്ലാവർക്കും ആകട്ടെ. പരസ്പരം നമുക്ക് പരിചയപ്പെടാം. ഈ ധർമ്മത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കുറച്ച് ഈ ഒരു ദിവസം നമുക്ക് സഞ്ചരിക്കാം. അതിന് ധർമ്മദേവത പരാശക്തി പരമേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ദിവ്യാത്മ സ്വരൂപർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അതേപോലെ വേദിയിലിരിക്കുന്ന
വ്യത്യസ്തമായിട്ടുള്ള, അതായത് ആത്മീയത എന്ന് പറയുമ്പോൾ അവനവൻ്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെ, ആത്മചൈതന്യത്തെ, യഥാർത്ഥ ശക്തിയെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവ്യാത്മസ്വരൂപർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ദിവ്യമായിട്ടുള്ള ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേജ് ലഭിക്കുന്നത്. എപ്പോഴും സിംഗിളായിട്ട് ഒരുപാട് സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിന് ഈ ജന്മസൗഭാഗ്യമായിട്ട് കണക്കാക്കുന്നതിന് ഒരുപാട് നന്ദി. ഞാൻ എന്നെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ യഥാർത്ഥ എന്നെ ശ്വാസമെന്ന ഗുരുവിലൂടെ, ആ അനുഭവജ്ഞാനത്തിലൂടെ, 16 വർഷത്തെ സാധനയിലൂടെ, ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജിയുടെ ദിവ്യമായിട്ടുള്ള ആ ഒരു സാങ്കത്യത്തിലൂടെ മഹാപരിശൂന്യമായിട്ട് കണക്റ്റായിക്കൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അനുഭവജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിതം ജന്മരാഹിത്യത്തിലേക്ക് മെല്ലെ മെല്ലെ എപ്പോഴെങ്കിലും അതായി തീരുമെന്നുള്ള, എല്ലാവരും ആവും, പക്ഷെ എല്ലാവരുടെ ഉള്ളിലുള്ള ദിവ്യത്വത്തെ അവരറിഞ്ഞിരിക്കും. അപ്പോൾ അതാ ഒരു കുഞ്ഞു സൗഭാഗ്യം, കുഞ്ഞു അനുഭവജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഇത്രയും നല്ലൊരു അവസരം തന്ന അബാക് മീഡിയയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. യെസ്, നമസ്തേ രോഹിത് ജി. ഓക്കെ, ഗുഡ്. ഏതായാലും രോഹിത് ജീനെ കൊണ്ട് പിന്നെ ഒരു ഭാഗ്യമുണ്ടായി. എല്ലാവർക്കും ഒരുപാട് നന്ദി. വേദിയിൽ മുന്നിലിരിക്കുന്ന എല്ലാ ദിവ്യാത്മാക്കൾക്കും നമസ്തേ. അതുപോലെ തന്നെ ഇതൊരു വലിയ ഭാഗ്യമാണ്, ഇത്രയും വലിയ ആളുകളെ കൂട്ടത്തിൽ എന്നെ ഇരുത്തി. ഏതായാലും ഒരുപാട് നന്ദി. എന്താണ് നടക്കാൻ പോണേ ഇതൊന്നുമില്ല, ഞാൻ ശരിക്കും കൂടെ ആസ്വദിക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? യെസ്, നമുക്കിത് അങ്ങോട്ട് ആഘോഷിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്തേ. എല്ലാവരും റെഡിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ ഗുരുക്കന്മാർ കൂടുതൽ സംസാരിച്ചത് കൊണ്ട് ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഗുരുക്കന്മാർ കുറച്ച് സംസാരിക്കുന്നുള്ളൂ എന്ന് ഗുരുക്കന്മാർ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ചോദ്യങ്ങൾ, സംശയങ്ങൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ആരിൽ തുടങ്ങും? നമസ്തേ, എൻ്റെ പേര് ഗ്രിഷ. എനിക്ക് വാസ്തു ഗുരുവിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ആയിക്കോട്ടെ. ഇന്ന് കേരളത്തിൽ മിക്ക സ്ഥലത്തും പറഞ്ഞാൽ മിക്ക വീടുകൾ ഉണ്ടാക്കുന്നതും ഞാനിവിടെ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, അഗ്നികൊണ്ട് ഒഴിച്ചിട്ടിട്ട് അഗ്നി ഇല്ലാത്ത ഭാഗത്ത് അഗ്നിക്കുള്ള സ്ഥാനം കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വെരി ഗുഡ്, നന്നായി. വിരോധമില്ലല്ലോ അല്ലേ? അതെ, ഈ വാസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ ആധ്യാത്മികമാണ്. ഇപ്പം വാസ്തുവിൽ പറയുമ്പോൾ മെറ്റീരിയലാവും. പക്ഷേ എല്ലാം ഭാഗമല്ലേ. എന്തുകൊണ്ടാണ് കേരളത്തിൽ അഗ്നികോണിലല്ല വടക്ക് കിഴക്ക് മീനൻ രാശിയിൽ എന്തുകൊണ്ടാണ് കിണർ അല്ല അടുക്കള അല്ലേ? നമ്മളെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന കിണറുമായിട്ടാണ്. നമ്മളെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ വീടുകളിലും കിണറുണ്ടാവും. ഈ മോട്ടർ, സ്വിച്ച്, കറണ്ട് ഇതൊക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അധികമായിട്ടില്ല അല്ലേ? അപ്പം നമ്മളെ അമ്മമാരൊക്കെ എന്താ ചെപ്പുകൂടത്തിലൊക്കെ വെള്ളം നിറച്ചിട്ടൊക്കെ കൊണ്ടുവരലായിരുന്നു അല്ലേ? അപ്പം പണ്ട് ഈ വെള്ളം എടുക്കാനുള്ള സൗകര്യം വടക്ക് കിഴക്കിലാണ്. ആ ഒരു ഇതുകൊണ്ടാണ് അവിടെ തന്നെ നമ്മളിവിടെ അടുക്കള ഉണ്ടാക്കി വരുന്നത്. കേരളത്തിലെ മാത്രം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്തു നിന്നൊക്കെയായിട്ട് വരിക. കേരളത്തിൽ ഓരോ വീട്ടിലും ഉണ്ടാവും. ഇനി സമ്പന്നത കൂടുന്നതിനനുസരിച്ച് അടുക്കളേനോട് അടുത്ത് കിണർ വരും. അപ്പോൾ എടുക്കാനുള്ള സൗകര്യം കുറച്ചുകൂടി കൂടുതലായി അല്ലേ? അപ്പോൾ ഇത് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാരണവന്മാരൊക്കെ മുന്നേ തന്നെ കാലും നീട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുകയും, യഥാർത്ഥത്തിലുള്ള അടുക്കളയുടെ സ്ഥാനം അഗ്നികോണാണ്. കാരണം അവിടെയാണ് അഗ്നി ജ്വലിക്കേണ്ടത്. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. അപ്പോൾ ഈ അഗ്നികോണിൽ അടുക്കള വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്കുള്ള അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എന്ത് വേണം? കിഴക്ക് ഭാഗത്ത് കൂടെ നടന്നിട്ട് വേണം അഗ്നികോണിലേക്ക് പോകാൻ അല്ലേ? അപ്പം മുന്നിൽ കാരണവന്മാർ ഇരിക്കുന്നുണ്ടാവും. അപ്പം അവരെ മുന്നിൽ കൂടെ നടന്നു പോകണ്ടേ? അത് ബുദ്ധിമുട്ടല്ലേ? അത് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതൽക്കേ വടക്ക് കിഴക്ക് തന്നെയായി അടുക്കള. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രശ്നവും അത് തന്നെയാണ്. 4 കെട്ടിൽ അടുക്കളയുണ്ടോ? നിങ്ങളോടാ ചോദ്യം. 4 കെട്ടിൽ അടുക്കളയുണ്ടോ? നാലുകെട്ടിൽ യഥാർത്ഥത്തിൽ അടുക്കള ഉണ്ടായില്ല. 5-ാം പുര എന്ന് പറഞ്ഞ് വേറെ തന്നെ ഉണ്ടാക്കുക. ഉണ്ട്. ആ പറഞ്ഞോട്ടെ.
പറഞ്ഞോളൂ പറഞ്ഞോളൂ. എടുക്ക്. എൻ്റെ പേര് ഡോക്ടർ ചന്ദ്രൻ. ആ, ഞാൻ പറയൂ ചന്ദ്രൻ. ഞാൻ നമ്പൂതിരിയാണ്. ആ എൻ്റെ നാട്ടില് നാലുകെട്ടിൽ അടുക്കള ഈ പറഞ്ഞ സ്ഥലത്ത് ഉള്ളത് ഉണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്ന് നേരിട്ട് വെള്ളം എടുക്കും. വെള്ളം എടുക്കാന്നുള്ള സൗകര്യത്തിനാണ്. കറക്റ്റ്. നാലുകെട്ടില് യഥാർത്ഥത്തിൽ 5-ആം പുര എന്ന് പറഞ്ഞ് പുറത്ത് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ ഓരോരോ എന്താ പറയുക, ഓരോ സ്ഥലങ്ങള്, പിന്നെ എന്താ പറയുക, ഓരോ ആചാരങ്ങൾ, ഓരോ ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടുത്തെ മാറും. യഥാർത്ഥത്തിൽ അടുക്കളയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ അഗ്നികോണിൽ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഊട്ടുപുരയൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷേ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ വെള്ളം എടുത്തുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പണ്ട് മുതൽക്കേ കേരളത്തിൽ വടക്ക് കിഴക്ക് അടുക്കള യാത്രയേ ഉള്ളൂ. അല്ല ഗുരുജി, എനിക്ക് പറയുന്നത് അങ്ങനെ വരുമ്പോ നമ്മ വാസ്തുശാസ്ത്രം തെറ്റിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഓരോ കോണിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ അനുഭവങ്ങളും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. ഇപ്പൊ തീ കത്തണമെങ്കിൽ തീ വേണം, അല്ലെങ്കിൽ വായു വേണം. വെള്ളത്തിൽ ഒരിക്കലും തീ കത്തില്ല. അപ്പൊ ഈ കിണറുള്ളടത്ത് അഗ്നി കൊണ്ട് വെച്ചാല് ആ ഗുണം പോയില്ലേ? ആ വാസ്തു ശാസ്ത്രപ്രകാരമുള്ള ഗുണങ്ങൾ പിന്നെ ആ വീടിന് കിട്ടില്ലല്ലോ. അത് അറിഞ്ഞിട്ടാണ് ഈ കാലത്ത് വീണ്ടും തെക്ക് കിഴക്കിലേക്ക് തന്നെ വരുന്നത്. യഥാർത്ഥത്തില് വടക്ക് കിഴക്കും മൂലയിലല്ല, രണ്ടാമത്തെ ഒരു സ്ഥാനം പറയും, പർജന്യപഥം എന്ന് പറയും. അതായത് 9 ആക്കി ഭാഗിച്ചു കഴിഞ്ഞാല് ഈ ഏറ്റവും കോർണറിൽ വരുന്നതാണ് ഈശാനം എന്ന് പറയും. യഥാർത്ഥത്തിൽ അവിടെ അടുക്കള വെക്കരുത് എന്നാ. കാരണം എന്ന് പറഞ്ഞാൽ വാസ്തു പുരുഷൻ എന്ന സങ്കല്പത്തിൽ വരുന്ന തലഭാഗമാണത്. അപ്പോൾ അതാണ് കേരളത്തിലുള്ളവരൊക്കെ എന്താ തലക്ക് തീ പിടിച്ച് നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബുദ്ധിരാക്ഷസന്മാരാണ്. അതുകൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതുമാതിരി തന്നെ ഈ വടക്ക് കിഴക്ക് അടുക്കള ഉള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ അഗ്നികോണിൽ അടുക്കള ഉണ്ടായാലാണ് യഥാർത്ഥത്തിൽ നമ്മളെ ശരീരത്തിൽ അഗ്നിതത്വം കൂടുക. ഇതിൻ്റെ ഒരു ചെറിയൊരു സമയം ഉണ്ടല്ലോ അല്ലേ റോജി? ഓക്കെ, ചെറിയൊരു സയൻസ് എന്ന് പറയാം. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ബുദ്ധിമാന്മാരാ അല്ലേ? യെസ് ആണോ? ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബോധമുണ്ട്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാലോ ബോധം ഉണ്ടാവുമോ? ബോധം ഉണ്ടാകില്ല. അപ്പൊ ഈ ബോധം ഇല്ലാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ നമ്മൾ കിടക്കുക. ഒരു 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അതിൽ ഒരു 4 മണിക്കൂർ നമ്മൾ ഡെഡാ, നമ്മളില്ല. അതുകൊണ്ടാണ് നേരം വെളുക്കും വായ നാറുന്നത്. ഡെഡ് ബോഡി എന്താവും? മണക്കും. അപ്പം പിന്നെ നമ്മൾ സോക്കോൾ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് ഒന്നാവും. അപ്പം ആ സമയത്ത് നമ്മളെ വീട്ടിൻ്റെ ചുറ്റുഭാഗമുള്ള ഓരോ കോർണറുകളിലും എന്തെല്ലാം ആണോ ഊർജം, അതുമായിട്ട് നമ്മളുടെ ബോഡി സിങ്ക്രണൈസ്ഡ് ആവും. ഇങ്ങനെയാണ് വാസ്തു യഥാർത്ഥത്തിൽ ബാധിക്കുന്നത്. അല്ലാതെ ചുറ്റളവ് നോക്കിയിട്ടല്ല. ചുറ്റളവ് നോക്കുന്നത് ആശാരിയുടെയും പണിക്കാരുടെയും ആവശ്യമാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടേ നമ്മൾ സൗകര്യം നോക്കണേല്ലേ. അതും വെള്ളം എടുത്ത് കൊണ്ടുവരിക, മോട്ടറൊന്നും അന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ വന്നു, അത്രയേ ഉള്ളൂ. അല്ല ഗുരുജി, ഞാനിവിടെ ഒരു വ്യത്യാസം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ശരീരം ഉണ്ടല്ലോ, വാസ്തുപുരുഷൻ പോലെ തന്നെ നമ്മളൊരു ശരീരമാണ്. അപ്പൊ നമുക്ക് വായിക്കൂടെ ഭക്ഷണം കഴിച്ച് വേറെ സ്ഥലത്ത് കൂടെയാണ് പോണത്. അതെ, അതെന്ന് വെച്ചിട്ട് അത് രണ്ടും അടുത്ത് കൊണ്ട് വെക്കില്ലല്ലോ. ഇല്ല, പോണ്ട രീതിയിൽ തന്നെ പോയാൽ അതിന് അതാണ് കറക്റ്റ് ആകുക. അതുകൊണ്ടാണ് ഞാനൊരു പ്ലാൻ കൊടുക്കുമ്പോൾ അഗ്നികോണിലാണ് ഞാൻ അടുക്കള കൊടുക്കുക. പക്ഷേ നമ്മളൊരു ജനറൽ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, കേരളത്തിലൊരു ബോധമുണ്ട്. അതിനെ പെട്ടെന്ന് ഇതിനങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ബോഡി ആയിട്ട് കാണാനും അതിലുള്ള ഇന്ന സ്ഥാനത്ത് പാചനാലയം വരണം എന്നുള്ളതൊന്നും പെട്ടെന്ന്, കാരണം ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി എൻ്റെ ഇല്ലത്തിലും വടക്ക് കിഴക്കാണ് അടുക്കള. ഇതാണ് ചെറുപ്പം മുതലേ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന തന്നെ എല്ലാവരും പിന്തുടരുകയാണ്. ഇപ്പോൾ അങ്ങേ പോലുള്ളവർ ഇപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പഠനം നടത്തി മുന്നോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റ് തന്നെയാണ്. ഇനി അടുക്കള വന്നപ്പോൾ ഒരു കാര്യം കൂടി, അല്ല പഠനം നടത്തുന്നല്ല, വടക്ക് കിഴക്ക് മൂലയിൽ പഠനം നടത്തുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, ഇനിയെങ്കിലും കേരളത്തിലെ ആൾക്കാർ നശിച്ചു പോകാണ്ടിരിക്കാനാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ആൾക്കാർ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞാലും ആൾക്കാർ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇവിടെ തന്നെയാണ് കിഴക്ക്. അപ്പൊ അതിന് നമ്മൾ തിരുത്തി കൊടുക്കാൻ വേണ്ടി ഒരു വേദി കിട്ടിയപ്പോ ഞാൻ അത് ഉപയോഗിക്കുമെന്ന്. ഒരിക്കൽ കൂടി പേര് പറയാവോ? എന്റെ പേര് ഗ്രിഷ. അപ്പൊ ഗ്രിഷാജി പറഞ്ഞതാണ് യഥാർത്ഥത്തില് കറക്റ്റ്. ഇതിവിടെ പറയാൻ കാരണം ഗുരുവിന്റെ തന്നെ ഒരു ശിഷ്യൻ എന്നോട് വാദിച്ചു അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ചോദിക്കാൻ കാരണം അല്ലെ, യഥാർത്ഥത്തിലുള്ള കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ തിടപ്പള്ളിയൊക്കെ അഗ്നികോണിൽ തന്നെ വെക്കുന്നത്. അതാണ് ശരി. പിന്നെ ഈ പണ്ട് മുതൽക്ക് സൗകര്യമാണ് നമ്മൾ നോക്കുക. അങ്ങനെ വടക്ക് കിഴക്ക്. പിന്നെ അതിനെ വാദിക്കാൻ വേണ്ടിയിട്ട്
മൺസൂണിൻ്റെ പ്രവാഹവും അതും ഇതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ ഈ മൺസൂണൊക്കെ ഇല്ലേ? അപ്പൊ അമ്പലത്തിൽ എന്തുകൊണ്ട് തിടപ്പള്ളി അഗ്നികോണിലായി അല്ലേ? അപ്പൊ അവിടെയും മൺസൂണും കാറ്റിന്റെ പ്രവാഹമൊക്കെ ഇല്ലേ? യഥാർത്ഥത്തിൽ കറക്റ്റ് സാധനം അഗ്നികോണ് തന്നെയാണ്. അങ്ങ് പറയണോട് ഞാൻ 100% ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പ്ലാൻ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ജനറൽ പാറ്റേൺ ഉണ്ടല്ലോ, അതുമായിട്ട് കുറച്ചൊന്ന് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ചെറുപ്പം മുതലേ എല്ലാവരും കണ്ടുപഠിക്കണതല്ലേ. അപ്പൊ അതിനെ തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ അടിച്ചമർത്തണ്ട. തെറ്റില്ല, നമ്മൾ ലോജിക്കലായിട്ട് പറയണത്. അഗ്നി വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അഗ്നി വേണം, അല്ലെങ്കിൽ വായു വേണം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തമിഴ്നാട്ടുകാരനെയോ ഒരു പഞ്ചാബിനെയോ ഒരു മലയാളിനെയോ എടുക്കുക. ആരാണ് എനർജറ്റിക്? പഞ്ചാബി. കാരണം ഇവിടെയൊക്കെ അഗ്നികോണിലെ അഗ്നി ഉണ്ടാവുള്ളൂ. അതെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഗ്നികോണിലെ അഗ്നി ഇല്ലെങ്കിൽ അതൊരു ദോഷമായിട്ടാ. ഞാൻ കൺസൾട്ടിങ്ങിന് പോകാറുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഈ അഗ്നികോണിൽ അടുക്കള ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ദോഷമായിട്ടാണ് പറയുക. ഈ അഗ്നി സ്ഥാനത്ത് അഗ്നി വരുമ്പോഴാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉയരുക. അതായത് നിങ്ങളുടെ ലിക്വിഡിറ്റി എന്ന് പറയും, ക്യാഷ് ലിക്വിഡിറ്റി എന്ന് പറയും. പണം ലിക്വിഡായിട്ട് നിൽക്കണോ, അതുപോലെ തന്നെ നിങ്ങൾ എനർജറ്റിക് ആണോ, നിങ്ങൾ അഗ്നികോണിൽ അഗ്നി ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഉയരുക. പിന്നെ ഇവിടെ പണ്ട് ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. ഒരു വിഭാഗം തമ്പ്രാക്കൾ, ഒരു വിഭാഗം അടിയാങ്ങൾ, അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പൂജാമുറി വരേണ്ട സ്ഥാനമാണ് എന്ത്? വടക്ക് കിഴക്ക്, ഈശാന കോണ് എന്ന് പറയും. അപ്പൊ ഈശൻ ഇരിക്കുന്ന സ്ഥലമാണ് എന്ത്? ശരിക്കും അതെ. ഇനി അടുത്ത കാര്യം കൂടി പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകും കേട്ടോ. അടുത്തൊരു ചോദ്യം അത് വരും അടുക്കളയായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താ അവിടെ ഇറച്ചിയും മീനും ഒക്കെ വെക്കാൻ പാടുണ്ടോ അല്ലേ? തെക്ക് കിഴക്ക് അഴിയല്ല അതല്ലേ അല്ലേ? അത് പറയുമ്പോൾ യഥാർത്ഥത്തിലുണ്ടല്ലോ, വടക്ക് കിഴക്ക് അടുക്കളയിലാണ് ഇറച്ചിയും മീനും വെക്കാൻ പാടില്ലാത്തത്. കാരണം ഈശൻ, ശിവൻ, അതായത് എല്ലാത്തിൻ്റെയും ഊർജ പ്രവാഹം, സയൻസ് ഇതാണ്, 29.8 km/s ഭൂമി വടക്ക് കിഴക്കിലേക്കാണ് പോകുന്നത്. അപ്പം വടക്കുന്നും കിഴക്കുന്നും ഊർജം എങ്ങനെ വരും? അത് ഈ ഈശനിലൂടെയാണ് വരിക. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ദേവന്മാരുടെ ദേവൻ, ഗുരുക്കന്മാരുടെ ഗുരുക്കൻ ഒക്കെ ഈശനെ പറയുന്നത്, ഭഗവാൻ പരമശിവൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയാണ് സോഴ്സ് ഓഫ് പ്രാണൻ എന്ന് പറഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ആ സോഴ്സ് വരുന്നത് ഇതാണ്. പ്രാണനും ജീവനും ഒരുമിച്ച് വടക്ക് കിഴക്കൂടിയാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് പൂജാമുറിയാണ്. പക്ഷേ നമ്മളിവിടെ ഒരു വിഭാഗം എല്ലാ വീട്ടിലും പൂജാമുറി ആയിക്കഴിഞ്ഞാൽ, പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് അതിനുള്ള വകുപ്പില്ലാണ്ടായില്ലേ? അങ്ങനെ വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു പൊളിറ്റിക്സ് ആണ് കേട്ടോ. എല്ലാ കാലം പൊളിറ്റിക്സ് ഉണ്ടാവും കേട്ടോ. ഒരു ഭരണപക്ഷം ഉണ്ടോ, ഒരു പ്രതിപക്ഷം ഉണ്ടോ. അപ്പൊ എന്തായി, അവിടെ അടുക്കളക്ക് പകരം അല്ല പൂജാമുറിക്ക് പകരം അവിടെ എന്താക്കി, അടുക്കള സ്ഥാനം അങ്ങോട്ട് നിയോഗിച്ചു. അത് തന്നെ പിന്നെ ന്യായീകരണങ്ങളായിട്ട് കുറേ സയൻറ്റിഫിക് സൈഡും മൺസൂണിൻ്റെ അതും ഒക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൗകര്യമാണ്. രണ്ടാമത് അങ്ങ് പറഞ്ഞു, ഒരു സയൻറ്റിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അഗ്നികോണിൽ അഗ്നി വന്നോ നിങ്ങൾ സമ്പന്നനാവും. സമ്പന്നനാവും എന്ന് പറഞ്ഞാൽ ഊർജ്ജ പ്രവാഹം കൂടും. സമ്പന്നത എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജമാണ് കേട്ടോ. അപ്പം നമ്മൾ ഉയരാൻ തുടങ്ങും, നമ്മൾ എനർജറ്റിക് ആവും. താങ്ക് യു, നല്ല ചോദ്യമാണ്. ഒന്നി വേറൊരു ചോദ്യം കൂടി ഉണ്ടോ? ഇതേ വാസ്തുവിൻ്റെ ക്ലാസ്സായി പോയത് കേട്ടോ.